വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയും ബ്രെഡും മാത്രം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 മുട്ടയാണ്. അപ്പോൾ എത്ര എണ്ണം വേണം എന്നനുസരിച്ച് അതനുസരിച്ചുള്ള മുട്ട എടുത്തു കൊടുത്താൽ മതി. സ്നാക്കിൻ്റെ എണ്ണം കൂടുന്നുവെങ്കിൽ മുട്ടയുടെ എണ്ണവും കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഒട്ടും കട്ടയില്ലാതെ നല്ല വൃത്തിയായിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര 1/2 കപ്പ് എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ ചെറിയ മധുരത്തിനുണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് മതിയെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. ഇനി ഒരു പാത്രം ഇതുപോലെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാത്രത്തിൽ പകുതി ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് നമ്മുടെ ഈ മുട്ട മിക്സ് ചേർത്ത പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കണം. ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ചെറിയ പാത്രം ആദ്യം ഒന്ന് അടച്ചിട്ട് വേണം ഇതിൻ്റെ മൂടി വെച്ച് ഇതങ്ങ് അടച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് ആവിയിൽ കുറച്ച് നേരം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് മുട്ട നന്നായിട്ട് സെറ്റായി കട്ടിയാവുന്നവരെ നമ്മളിതിൽ ആവി കയറ്റണം. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കേക്ക് പോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇത് സെറ്റായിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ കട്ടിയായിട്ട് വരണം. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കട്ടിയാവണം. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം മുറിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ തടവിയിട്ട് മുട്ട മിക്സ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഓയിലൊന്നും തടവിയിട്ടില്ല. ഓയിൽ തടവാതെ തന്നെയാണ് മുട്ട മിക്സ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൽ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചേർത്താലും ഇത് നന്നായിട്ട് ഇളകി വരും. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ നമ്മുടെ കേക്കൊക്കെ പോലെ കട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേപോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കണം. ഇനി ഒരു മുട്ടയിൽ കുറച്ച് 1-2 മുട്ട മതി ഇതിന്. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. മുട്ട നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിൽ വേണമെങ്കിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉടച്ച മുട്ടയിൽ നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളെങ്കിൽ പഞ്ചസാരയും കൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുത്ത് ഉടയ്ക്കാം. ഇനി ബ്രെഡ് ക്രംസ് എടുക്കണം. ബ്രെഡ് ക്രംസിൽ മുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഓരോ പീസ് എടുത്ത് ഒന്ന് മുട്ട മിക്സിൽ മുക്കി കൊടുക്കണം. അതിനുശേഷം ഒന്ന് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ കട്ട്ലറ്റിലൊക്കെ ചെയ്യുന്ന പോലെ. ഇപ്പം ഞാൻ ഈ ബ്രെഡ് പൊടി ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇത് ബ്രൗൺ ബ്രെഡിൻ്റെ പൊടിയാണ്. വൈറ്റ് ബ്രെഡിൻ്റെ ഏതായാലും മതി. വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം എല്ലാ പീസും ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മളിതിനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിൽ മുട്ടയും പഞ്ചസാരയും അതുപോലെ ബ്രെഡും അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഓരോന്നായിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരുപാട് നേരം കുക്കാകേണ്ട ആവശ്യമില്ല. ഈ ബ്രെഡിൻ്റെ പൊടി ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. എടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുകയും വേണം. അതുപോലെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി കുക്കായ സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.